കണ്ണനോളം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണ്? ഒന്നുമില്ല അല്ലേ? എൻ്റെ കൃഷ്ണ, ഓർത്താൽ എത്ര ശരിയാണ് കണ്ണൻ്റെ ആ കാരുണ്യം, സ്നേഹം, ഭക്തവാത്സല്യം, കരുതൽ. എല്ലാം അത്ഭുതമാണ്. കണ്ണൻ്റെ ഓരോ നാമങ്ങളും അതേപോലെ അത്ഭുതങ്ങൾ തന്നെയാണ്. അംബുജേക്ഷണം എന്നാൽ കണ്ണൻ്റെ താമരക്കണ്ണും ആ നോട്ടവും തന്നെയാണ്. ആ നോട്ടം ഓർത്താൽ തന്നെ അത്ഭുതമാണ്. അംബുജേക്ഷണം എന്ന പേരിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കൂ. അംബുജം എന്നാൽ താമര, താമര ഇതൾ പോലെ നീണ്ട സുന്ദരമായ കണ്ണോടു കൂടിയവൻ അംബുജേക്ഷണൻ. ഈ ക്ഷണം ഭഗവാന്റെ ആ നോട്ടം, മനോഹരമായ താമര കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം നമ്മിലേക്ക് എത്തി നോക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. തമത്ഭുതം അല്ലേ? താമര ജലത്തിൽ ചളിയിൽ നിന്നും ഉണ്ടായി. എന്നാൽ ആ ചളിയും ജലവും ഒട്ടും തന്നെ താമര ഇതളിൽ പറ്റുന്നില്ല. അതേപോലെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആ മോഹന നയനങ്ങളിൽ പ്രേമം, വാത്സല്യം, കാരുണ്യം എല്ലാമുണ്ട്. എങ്കിലും നിസ്സംഗമായ ഭാവമാണ് ആ നയനങ്ങളിൽ. ആ താമരയെ പോലെ എല്ലാവരെയും ആകർഷിച്ച് ഒന്നിലും ഒട്ടാതെ നിസ്സംഗമായ നേത്രത്തോടു കൂടിയവൻ താമരക്കണ്ണൻ. ഒന്നിലും ഒരു സംഘവുമില്ലാതെ സർവന്തര്യാമിയായി എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന അംബുജേക്ഷണം, തമത്ഭുതം. അംബു എന്നാൽ ജലം എന്നും അർത്ഥമുണ്ട്. കണ്ണൻ്റെ ആ കണ്ണ് കരുണാസമുദ്രമാണ്. ജം എന്നാൽ അംബുജത്തിലെ ജം എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. കാരുണ്യം കൊണ്ട് നിറഞ്ഞ കണ്ണുകളിൽ പരമപ്രേമത്തിൻ്റെ ആ പ്രകാശമുള്ളത് കൊണ്ട് ഭഗവാനെ അംബുജേക്ഷണൻ എന്ന് സംബോധന ചെയ്യാറുണ്ട്. ആലോചിച്ചു നോക്കൂ, കാരുണ്യത്താൽ നിറഞ്ഞ മിഴികളിൽ പ്രകാശം തട്ടുമ്പോൾ ആ മനോമോഹനമായ നയനങ്ങളുടെ തിളക്കം. കണ്ണന് തൻ്റെ ഭക്തനെ കാണുമ്പോൾ ആ കണ്ണിലൊരു പ്രേമപ്രകാശമുണ്ട്. ഭക്തന്മാരുടെ നേരെ കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ആ പരമപ്രേമത്തോടു കൂടിയുള്ള ആ നോട്ടം, അതിനെയാണ് തമത്ഭുതം എന്ന് പറയുന്നത്. അംബു ജലം, ജം എന്നാൽ വേഗം എന്നും ഒരു അർത്ഥമുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ ജലമായാൽ അത് ശരീരത്തിൽ വേഗം തന്നെ ഒട്ടിപ്പിടിക്കുന്നു അല്ലേ? കാരുണ്യം നിറഞ്ഞ ഈ ക്ഷണം ഭക്തനെ കാണുന്ന മാത്രയിൽ ഒട്ടി നിൽക്കും. അതുകൊണ്ട് അംബുജേക്ഷണൻ ഭക്തനെ തന്നോട് ചേർത്ത് നിർത്തുന്ന ആ കാരുണ്യം നിറഞ്ഞ ഈ ക്ഷണം തമത്ഭുതം. അംബു എന്നാൽ 4 എന്ന സംഖ്യയെന്നും പറയുന്നു. ജം എന്നാൽ പ്രകാശം അല്ലേ? 4 ദിക്കിലും പ്രകാശം പരത്തുന്ന കണ്ണുകളോടു കൂടിയവൻ അംബുജേക്ഷണൻ. 4 ദിക്കിലും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ തൻ്റെ പരമപ്രേമത്തിൻ്റെ ആ പ്രകാശത്തെ നിറയ്ക്കുന്ന ആ നോട്ടമാണ് ഭഗവാന്റെ തമത്ഭുതം. 4 വേദപ്പൊരുളായ ഭഗവാൻ ആത്മജ്ഞാനമാകുന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നവനാണ് എന്നതുകൊണ്ട് അംബുജേക്ഷണൻ. ഭഗവാന്റെ ദൃഷ്ടി നമ്മിൽ പതിയുന്ന മാത്രയിൽ എല്ലാ അജ്ഞാനങ്ങളും നീങ്ങി ആത്മജ്ഞാനം കൈവരുന്നു. അപ്പോഴും അംബുജേക്ഷണം തമത്ഭുതം. കണ്ണൻ്റെ എണ്ണമറ്റ നാമങ്ങൾ ഓരോന്നിനും ഇതുപോലെ അനന്തമായ അർത്ഥങ്ങളുണ്ട്. അതിനെ സദാ നമ്മൾ മനനം ചെയ്ത് ഓരോ പേരും കേൾക്കുമ്പോൾ കണ്ണനോടുള്ള മധുരഭാവം ഉള്ളിൽ നിറച്ചുകൊണ്ട് ആ നാമങ്ങളെ മനനം ചെയ്യുക. അതിനാണ് കണ്ണൻ അനേകം നാമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ മനുഷ്യജന്മം എന്നത് സുഖദുഃഖങ്ങളുടെ ഒരു നീണ്ട യാത്രയാണ്. ദുഃഖങ്ങളെ വേരോടെ പിഴുതെറിയുവാൻ ജ്ഞാനം കൊണ്ട് മാത്രമേ കഴിയൂ. സുഖദുഃഖങ്ങളെയെല്ലാം സമഭാവനയോടുകൂടി കാണാൻ ഭഗവാൻ നമ്മോട് പറയുന്നു. അപ്പോൾ കുറച്ചു പേർക്ക് ചില സംശയങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളും നൽകുന്നതും ഈ ഈശ്വരൻ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ദുഃഖങ്ങളെല്ലാം തരുന്നത്? ശരിക്കും ഇവിടെ പ്രസക്തമായൊരു സംശയമുണ്ട്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. ഓരോ കർമ്മവും അതിൻ്റേതായ ഫലം നൽകാതെ ഇരിക്കില്ല എന്നതാണ്, അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ആർക്കും തന്നെ കഴിയില്ല എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
ഇന്ന് നമ്മൾ സുഖമായി ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഈ സുഖം എന്ന് കരുതിയതെല്ലാം ആത്യന്തികമായ ദുഃഖം മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ടും അതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ ഇതാണ് സുഖം എന്ന് കരുതപ്പെടുന്നത് തന്നെയാണ് പിന്നീട് ദുഃഖമായി മാറുന്നതും. ഈ സുഖമായിരിക്കുന്നതും ദുഃഖമായിരിക്കുന്നതും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഇന്ന് സുഖമായിരിക്കുന്നവർ നാളെ ദുഃഖത്തിലായിരിക്കും ഉണ്ടാവുക. ഇന്ന് ദുഃഖത്തോടുകൂടി ഇരിക്കുന്നവർ നാളെ സുഖമായി ഇരിക്കുന്നതും കാണാൻ സാധിക്കാറുണ്ട്, അല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുഃഖമറിയാത്ത ഒരാൾക്ക് സുഖത്തെക്കുറിച്ചും തിരിച്ചറിയുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അങ്ങനെയുള്ള ഒരാൾക്ക് പൂർണ്ണമായി ജീവിക്കുന്നതിനും കഴിയില്ല. ദുഃഖം സത്യത്തിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള അനുഭവങ്ങൾ നൽകും. ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു വന്നാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തെ, യഥാർത്ഥമായ സന്തോഷത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവൂ. ഈ ദുഃഖം അനുഭവിച്ചറിയാത്ത ആ ഒരാളുടെ ഹൃദയം സത്യത്തിൽ ശിലാഹൃദയമായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്കും സ്വന്തം ജീവിതത്തെ ആസ്വദിക്കുവാൻ കഴിയില്ലെന്നു മാത്രമല്ല, മറ്റൊരാളിൻ്റെ വിഷമത്തെ മനസ്സിലാക്കുവാനും സാധിക്കില്ല. വാസ്തവത്തിൽ ഈ സുഖദുഃഖങ്ങളുടെ ഒരു പ്രവാഹമാണ് ജീവിതം. നമ്മിലേക്ക് വരുന്ന സുഖദുഃഖങ്ങളെ ഒരേപോലെ കാണാൻ കഴിയുമ്പോൾ, അഥവാ സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കുമ്പോൾ ശാന്തി അഥവാ മോക്ഷം എന്ന ഭാവം ക്രമേണ അവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈയൊരു അവസ്ഥയിലേക്ക് യഥാർത്ഥ ഭക്തനെ എത്തിക്കുന്നതിനായാണ് ഭക്തൻ്റെ പ്രാർത്ഥന നിലനിൽക്കെ തന്നെ പല പല ദുഃഖാനുഭവങ്ങളിലൂടെയും കടന്നു പോകുവാൻ ആ ഭക്തനെ ഭഗവാൻ അനുവദിക്കുന്നതും. അതുകൊണ്ടാണ് ചിലർ സന്തോഷിക്കുകയും മറ്റു ചിലർ ദുഃഖിക്കുകയും ചെയ്യുന്നത്. ഈശ്വരൻ പക്ഷപാതം കാണിക്കുന്നു എന്നുവരെ പറയുന്നവരുണ്ട്. ഈശ്വരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പക്ഷപാതം കാണിക്കുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പല വിധത്തിലുള്ള രോഗങ്ങൾ, മരണം, അപകടങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ ഇവയെല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനു മുൻപ് ഭഗവാൻ പറയുന്നത് നോക്കാം. ഭഗവാൻ അർജുനനോടായി പറയുന്നുണ്ട്, അർജുന, ആത്മസന്തുഷ്ടി സ്വഭാവസിദ്ധമായി കഴിഞ്ഞാൽ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവീകം തുടങ്ങി എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്തെന്നാൽ പ്രസന്നമായ ചിത്തത്തോടു കൂടിയവന് വേഗത്തിൽ സത്യബുദ്ധി ചുറ്റും തിങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവീകം. ഇതാണ് ഭഗവാൻ പറഞ്ഞ ആ 3 ദുഃഖങ്ങൾ. അതായത് ആധ്യാത്മിക ദുഃഖം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്ന രോഗങ്ങളാണ് ആധ്യാത്മിക ദുഃഖം. ഇനി രണ്ടാമത്തെ ദുഃഖം ആദിഭൗതികം. ഇത് മറ്റു ജന്തുക്കളിൽ നിന്നും അതേപോലെ അഗ്നി, കാറ്റ്, വെള്ളം, ഭൂമി ഇവയിൽ നിന്നും ഉണ്ടാവുന്ന ദുഃഖങ്ങളെയാണ് ആദിഭൗതിക ദുഃഖം എന്ന് പറയുന്നത്. ഇവ നമ്മൾ നിത്യവും കേൾക്കുന്ന സംഭവങ്ങളാണ്. തീപ്പൊള്ളലേറ്റ് മരിച്ചു, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരിച്ചു, കൊടുങ്കാറ്റടിച്ചു, ഉരുൾപൊട്ടൽ എന്നിങ്ങനെ. ഇനി മൂന്നാമത്തെ ദുഃഖമാണ് അവിചാരിതമായി വന്നു ചേരുന്ന ദുഃഖങ്ങൾ. അതിനെ ആദിദൈവിക ദുഃഖം എന്നാണ് പറയുന്നത്. ആത്മബോധം ഉണ്ടായി ചേതസ് പ്രസന്നമാകുന്നയാളിന് ഈ വിധ ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് പരിതസ്ഥിതിയിലും വിട്ടുമാറാത്ത സന്തോഷം നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടാവണം. അന്യർക്ക് ദുഃഖം വരുമ്പോൾ അവരോട് അസൂയ തോന്നാതെ അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ സാധിക്കുന്ന ഒരു മനസ്സ്.